ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സാർ ഈ കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം എന്ന് പറഞ്ഞാൽ? ഒരു തന്മാത്ര അല്ലെങ്കിൽ ഒരു മോളിക്യൂള് ആറ്റങ്ങൾ തമ്മിൽ കൂടി ഇങ്ങനെ അടുത്ത് നിൽക്കണ്ടേ? അവർ തമ്മിൽ ഒരു ബോണ്ട് വേണ്ടേ, ഒരു ബന്ധം വേണ്ടേ? അവർ തമ്മിൽ ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്ന ആ ബോണ്ടിനെ വിളിക്കുന്നവരാണ് രാസബന്ധനം. സോ ആറ്റത്തിൽ തന്മാത്രകളിൽ അല്ലെങ്കിൽ മോളിക്യൂളിൽ രണ്ട് ആദ്യത്തെ ഘടക കണങ്ങളെ ചേർത്ത് നിർത്തുന്ന ഫോഴ്സ് അഥവാ ബലത്തിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ട് അഥവാ രാസബന്ധനം. നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കി വെച്ചോളാം. ഓക്കെ, ഇതാണ് കെമിക്കൽ ബോണ്ട് അഥവാ രാസബന്ധനം. ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കണേ. ഓക്കെ, റെഡി. നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവർ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്, കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്? എല്ലാവർക്കും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്നും രാസബന്ധനത്തിൽ പോകില്ല. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ബന്ധനത്തിൽ പോകുന്നത്. അപ്പോൾ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഓൾറെഡി ഉള്ളവരുണ്ടോ? ഉണ്ട്. അവരാണ് നോബിൾ ഗ്യാസുകൾ. അവരെ വിളിക്കുന്ന പേരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസുകൾ. ഈ നോബിൾ ഗ്യാസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അഥവാ ബാഹ്യതമ ഷെല്ലിൽ ഓൾറെഡി 8 ഫില്ലാണ്. അങ്ങനെ 8 ഓൾറെഡി ഫില്ലുള്ളവരെ നമ്മൾ ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ അഥവാ അഷ്ടക വിന്യാസം എന്നാണ് വിളിക്കുക. അങ്ങനെ അഷ്ടക വിന്യാസമുള്ള ഒക്റ്ററ്റ് കോൺഫിഗറേഷനുള്ള ഓൾറെഡി 8 ഉള്ളവർ പിന്നെ റിയാക്ഷന് പോകില്ല. ഹീലിയം ഒഴികെ ബാക്കി ഇവിടെ ഉള്ള എല്ലാവരുടെയും അവസാനം നോക്കിക്കേ, എല്ലാവർക്കും 8 ഉള്ളത്. അവസാനം 8 ഉള്ളവരൊന്നും പിന്നെ റിയാക്ഷനിൽ പോകില്ല. അപ്പോൾ അങ്ങനെ ഇവരെപ്പോലെ ഞങ്ങൾക്കും ആവണം. അലസവാദങ്ങൾ എന്നാണ് പറയാം, കാരണം റിയാക്ഷനൊന്നും പോകില്ല. ഇവരെപ്പോലെ അലസന്മാർ ഞങ്ങൾക്കും ആവണം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ കൂടി റിയാക്ഷനിൽ പങ്കെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? 8 ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറേ ഹീലിയത്തിന് 2 അല്ലേ ഉള്ളൂ? ഹീലിയത്തിന് 2 തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ ഹീലിയം വളരെ ചെറുതാണ്. ആ ഹീലിയത്തിന് ഇനി ഇഷ്ടംപോലെ ഇലക്ട്രോണിനെ താങ്ങാനുള്ള കഴിവില്ല. അപ്പോൾ ഹൈഡ്രജൻ ഹീലിയത്തിനൊക്കെ 2 ആയാലും അവർ ഹാപ്പിയാണ്. അതിനെ ഡുപ്ലറ്റ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുക, അഥവാ 2 ഇലക്ട്രോൺ സംവിധാനം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അത് സെറ്റല്ലേ? അപ്പോൾ 8 ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ 8 ആവാൻ വേണ്ടിയിട്ട് ഇവർ പല വഴിയും നോക്കും. അങ്ങനെ 2 വഴികൾ കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി, രാസബന്ധനം ഉണ്ടാക്കാൻ വേണ്ടി 2 രൂപത്തിലാണ് ഒരു ബോണ്ട് ചെയ്യുക. ഒന്നുകിൽ അയോണിക് ബോണ്ട് ആയിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് അഥവാ അയോണിക ബന്ധനവും സഹസംയോജക ബന്ധനവും എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. ഒന്നുകിൽ ഞാൻ എൻ്റെ കയ്യിലത്തെ 2 ഇലക്ട്രോൺ കൊടുക്കും, 1 ഇലക്ട്രോൺ കൊടുക്കും, മറ്റേ ആൾ അത് വാങ്ങും. അപ്പോൾ ഇവിടുന്ന് കൊടുക്കും, മറ്റേ ആൾ വാങ്ങും. അങ്ങനെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടാണ് അയോണിക്. മറ്റേത് കോവലൻ എന്ന് പറയുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ പങ്ക് വെച്ചുകൊണ്ടുണ്ടാകുന്ന ബോണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ നേരം നിങ്ങൾ കൊണ്ടുപോയ ഫുഡ് മറ്റൊരാൾക്ക് നിങ്ങൾ കൊടുത്തിട്ട് പറയുന്നു, എന്നാ മോനെ കഴിച്ചോ എന്ന് പറയുന്നു, എന്നാ മോളെ കഴിച്ചോ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ കൊടുത്തു, അവൻ കഴിച്ചു. അതാണ് അയോണിക ബന്ധനം. അപ്പോൾ അവൻ വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുഡ് കൊടുത്തല്ലോ, അപ്പോൾ അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായി. അതാണ് അയോണിക് ബന്ധനം. എന്നാൽ 2 പേര് ഫുഡ് കൊണ്ടിരുന്നു. ഞാൻ കൊണ്ടുവന്ന ഫുഡിലുള്ള മെയിൻ ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നു, അവരുള്ള മെയിൻ ഐറ്റംസ് ഒക്കെ ഇങ്ങോട്ടും തരുന്നു, പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ടാണ് സഹസംയോജക ബന്ധനം അഥവാ കോവലന്റ് കോമ്പൗണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ അയോണിക ബന്ധനവും കോവലന്റ് കോമ്പൗണ്ടും. അയോണിക ബന്ധനത്തിൻ്റെ മറ്റൊരു പേരാണ് ഇലക്ട്രോ വാലന്റ് ബോണ്ട്. എന്താണ് അയോണിക ബന്ധനം എന്ന് ഞാൻ പറഞ്ഞല്ലോ? കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ചാർജും വാങ്ങുമ്പോൾ അവിടെ മൈനസ് ചാർജും. അപ്പോൾ 2 വിപരീത ചാർജുകൾ ഉണ്ടായി. ഈ 2 വിപരീത ചാർജുകളെ ചേർത്ത് നിർത്തുന്ന ഫോഴ്സാണ് അയോണിക ബന്ധനം അഥവാ ഇലക്ട്രോ വാലന്റ് ബന്ധനം. അയോണിക് ബോണ്ട് അഥവാ ഇലക്ട്രോ വാലന്റ് ബോണ്ട്, 2 വിപരീത ചാർജുകളെ ചേർത്ത് നിർത്തുന്ന ബോണ്ട്. ഓക്കെ, ദെൻ എന്താണ് കോവലന്റ് കോമ്പൗണ്ട്? കോവലന്റ് കോമ്പൗണ്ട് പറഞ്ഞാൽ ഇലക്ട്രോൺ പങ്കുവെക്കുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ടാണ് ഇലക്ട്രോ സഹസംയോജക ബന്ധനം. ഇനി നമ്മൾ ഓരോന്നും എടുത്ത് പഠിക്കാൻ പോകണം. അതിന് മുമ്പ് ഇങ്ങനെ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ അയോണിക് കോമ്പൗണ്ടുകൾ, ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ കോവലന്റ് കോമ്പൗണ്ടുകൾ. ഇവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അയോണിക് കാണാപാഠം പഠിക്കാതിരിക്കാൻ വേണ്ടി. അയോണിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് NaCl, നമ്മുടെ സോൾട്ട്, കോമൺ സോൾട്ട് NaCl. ഈ NaCl മനസ്സിൽ വെച്ചിട്ട് ഇതിൻ്റെ കോമ്പൗണ്ട് ആലോചിച്ചേ, വെരി സിമ്പിൾ. NaCl വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ ഇവർ വെള്ളത്തിൽ ലയിക്കുന്നവരാണ് എന്ന് വളരെ സിമ്പിളായിട്ട് കിട്ടും. സോ വാട്ടറിൽ സൊല്യൂബിളാണ് ഇവർ. റെഡി. 2, NaCl പുറത്ത് വെച്ചാൽ പിന്നെ വേപ്പറായിട്ട് പോകും? ഇല്ല. അപ്പോൾ അത് നോൺ വോളട്ടൈലാണ്. ആൻഡ് ഓൾസോ NaCl ഒക്കെ പിടിക്കുമ്പോൾ ഒരു കട്ടിയല്ലേ, ഹാർഡല്ലേ, അപ്പോൾ കട്ടിയുള്ളതാണ്, അതും കിട്ടി. ദെൻ NaCl സോളിഡാ ലിക്വിഡോ ഗ്യാസാ? സോളിഡാണ്. അപ്പോൾ അധികവും അയോണിക് കോമ്പൗണ്ടുകൾ സോളിഡാണ്. ദെൻ NaCl വെറുതെ പുറത്ത് വെച്ചാൽ വേപ്പറാവില്ല എന്ന് പറഞ്ഞു. NaCl വെറുതെ പുറത്ത് വെച്ചാൽ ഉരുകി പോകും, ഇല്ലല്ലോ. ഞാനൊരു ഉപ്പിൻ്റെ കണ്ണി വെച്ചാൽ ഉപ്പിൻ്റെ കണ്ണി താഴെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ ഉണ്ടാകും, മീൻസ് അങ്ങനെ ഉരുകി പോകില്ല. സോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആണ്. ദെൻ NaCl കൂടെ കറണ്ട് കടത്തി വിടാൻ പറ്റില്ല. സോളിഡ് സ്റ്റേറ്റിൽ അത് കറണ്ട് കടത്തി വിടില്ല. എന്നാൽ ആ NaCl വെള്ളത്തിൽ ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉരുക്കുകയോ ചെയ്താൽ കറണ്ട് കടത്തി വിടും. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ കറണ്ട് കടത്തി വിടില്ല, പക്ഷേ മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ കറണ്ട് കടത്തി വിടും. ഇപ്പം നിങ്ങൾ ഇവിടെ പറഞ്ഞതിൻ്റെ ഏകദേശം നേരെ ഓപ്പോസിറ്റാണ് അപ്പുറത്തുള്ളത്. അഥവാ ഇവിടെ അയോണിക് കോമ്പൗണ്ടുകൾ സോളിഡാന്ന് പറഞ്ഞപ്പോൾ അവിടെ കോവലന്റ് കോമ്പൗണ്ടുകൾ സോളിഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്, ഗ്യാസും ഉണ്ട്. അതെങ്ങനെ ഓർത്ത് വെക്കാന്ന് പറഞ്ഞിട്ടേ, അവിടെ നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് H2O എന്ന് എടുക്കാം.
H2O. ഈ H2O എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലിക്വിഡായിട്ടും കാണപ്പെടാം, അതിന് ഐസായിട്ടും കാണപ്പെടാം, സോളിഡായി, അതിന് സ്റ്റീമായിട്ടും കാണപ്പെടാം, ഗ്യാസായിട്ട് കാണപ്പെടാം. അപ്പോൾ എല്ലാ ഫോമിലും ഉണ്ട്. ദെൻ ഇവർ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഇവർ വെള്ളത്തിൽ ലയിക്കൂല. വെള്ളത്തിൽ ലയിക്കാത്ത കുറേ കോവലന്റ് കോമ്പൗണ്ട് ഉണ്ട് എന്നർത്ഥം. മറ്റേറ്റവും വലിയൊരു പോയിന്റ്, ഇവിടെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഹൈ ആണെങ്കിൽ ഇവിടെ ഉരുകൽ നിലയും തിളനിലയും ഒക്കെ ലോ ആണ്. ദെൻ ഇവർ കറണ്ട് കടത്തി വിടാൻ ഉഷാറാണെങ്കിൽ ഇവർ കറണ്ട് കടത്തി വിടാത്തവരാണ് അധികവും. അപ്പം ജനറൽ ഡിഫറൻസുകളും അയണിക്കിലൂടെയും കോവലിലൂടെയും ഉണ്ടാകുന്ന ജനറൽ ഡിഫറൻസുകളും നിങ്ങൾ പഠിച്ചു. ഇനി അയോണിക ബന്ധനത്തിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട്. എങ്ങനെയാണ് അത് അയോണിക ബന്ധനം എന്ന് നമ്മൾ തെളിയിക്കുക? വെരി സിമ്പിൾ. Naയുടെ വല്ലാത്തൊരു സങ്കടം എന്താണെന്നറിയോ? Naയുടെ കയ്യിൽ 11 ഇലക്ട്രോൺ ഉണ്ട്, അഥവാ 281 എന്നാണ് ഇതിൻ്റെ ഫോം. അപ്പോൾ എന്നേക്ക് ആകെ ഒരു ആവശ്യമുള്ളൂ, എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഇലക്ട്രോൺ ആരെങ്കിലും ഒന്ന് വന്ന് കൊണ്ടുപോയാൽ ഞാൻ ഹാപ്പി ആകും, കാരണം ഞാൻ 2.8 ആകും. സോ തന്നിക്ക് ആവശ്യം ഒരു ഇലക്ട്രോണെ കളയുക എന്നുള്ളതാണ്. സോ സോഡിയം എന്ത് ചെയ്യുന്നു? സോഡിയം തൻ്റെ 3 ഷെല്ലിൽ മൂന്നാമത്തെ ഷെല്ലിൽ 281 എന്ന് പറയുന്ന മൂന്നാമത്തെ ഷെല്ലിൽ നിൽക്കുന്ന ഒരു ഇലക്ട്രോണിനെ ഇയാളങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ ഇയാൾ ശ്രമിക്കുന്നു. ന്യൂക്ലിയസിൻ്റെ പിടുത്തം പിടിച്ച് ഇയാൾ ഒരു ഇലക്ട്രോൺ കൊടുക്കും. അങ്ങനെ കൊടുക്കുക എന്നുള്ളത് പ്ലസ് ഇലക്ട്രോൺ പ്രൊഡക്റ്റിൽ +1 ഇലക്ട്രോൺ എഴുതിയിട്ടാൽ നിങ്ങൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം ഇലക്ട്രോൺ കൊടുത്തു എന്നാണ്. അപ്പോൾ ഇലക്ട്രോൺ കൊടുത്തു, ആർക്ക് കൊടുത്തു? ആർക്കാണെങ്കിലും കൊടുക്കുക. തൻ്റെ അടുത്ത് 4 വാങ്ങിയാലും അയാൾക്ക് സന്തോഷമാണ്. സോ സോഡിയം 281 ഉള്ളത് ഒരു ഇലക്ട്രോണിനെ കൊടുത്തപ്പോൾ ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ ഒരു മൈനസ് പോയപ്പോൾ ഒരു പ്ലസ് ചാർജ് അവിടെ വരും. ആൻഡ് ഓൾസോ ഇത് 2.8 ആയി, അപ്പോൾ ഒരു പ്ലസ് ചാർജ് ഫോം ചെയ്തു. ആൻഡ് ഓൾസോ 281 എന്നുള്ളത് 2.8 ആയി. അപ്പോൾ ഇത് Na+ ആയി. സോഡിയം എന്നുള്ളത് സോഡിയം അയോണായിട്ട് മാറി. ചാർജ് വന്ന അയോൺ എന്നാണ് പേര്. അപ്പോഴാണ് മറ്റൊരാൾ സോഡിയം ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ, എന്തെങ്കിലും ഓഫറൊക്കെ ഒരു കടയിലുണ്ട് പറയുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലൂലേ, അതേപോലെ സോഡിയം ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ക്ലോറിൻ ആ ഇലക്ട്രോണിനെ വാങ്ങാൻ വേണ്ടി ഓടിച്ചെന്നത്. അപ്പോൾ സോഡിയം ഇലക്ട്രോണിനെ കൊടുക്കുന്നത് എങ്ങനെ കെമിസ്ട്രിയിൽ എഴുതുക? സോഡിയം എന്ന് പറയുന്നയാൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, അപ്പോൾ ആ മൈനസ് പോയപ്പോൾ സോഡിയത്തിൻ്റെ ചാർജ് പ്ലസ് ആയി. സോ സോഡിയം പ്ലസ്. ഇതാണ് കെമിസ്ട്രി. സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് Na+ ആയി. അപ്പോഴാണ് ക്ലോറിൻ ഓടി വരുന്നത്. ക്ലോറിൻ്റെ പ്രശ്നം എന്താ? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 17 ആണ്. ക്ലോറിൻ 17, അതാണ് ക്ലോറിൻ്റെ പ്രശ്നം. അല്ല, 287 ആണ്. അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അവസാന ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അയാൾ ഹാപ്പിയാണ്. അപ്പോഴാണ് സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നത് ക്ലോറിൻ അറിഞ്ഞത്. ക്ലോറിൻ ഓടിച്ചെന്ന് ഒരു ഇലക്ട്രോണിനെ വാങ്ങും. അങ്ങനെ ക്ലോറിൻ ആ ഇലക്ട്രോണിനെ വാങ്ങും. കേട്ടോ, ഒരു ഇലക്ട്രോൺ റിയാക്റ്റൻറ്റിൽ എഴുതിയാൽ അതിൻ്റെ അർത്ഥം വാങ്ങുന്നു എന്നാണ്. അങ്ങനെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു. അങ്ങനെ തൻ്റെ അവസാനത്തെ ഷെല്ലിലത്തെ 7 ഇലക്ട്രോണിലേക്ക്, അവസാനത്തെ ഷെല്ലിലുള്ള 7 ഇലക്ട്രോണിലേക്ക് ഒരു ഇലക്ട്രോണും കൂടെ കയറി വന്ന് അങ്ങനെ 8 ഇലക്ട്രോൺ ആവുകയാണ്. മാത്രമല്ല ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കയറി വന്നതാണ്, അപ്പോൾ ഒരു മൈനസ് ചാർജും വന്നു. സോ Clലേക്ക് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നപ്പോൾ Cl- ആയി. അഥവാ ക്ലോറിൻ എന്ന് പറയുന്നയാൾ ക്ലോറൈഡ് അയോണായിട്ട് മാറി. 287 ഉണ്ടായിരുന്നത് 2.8 ആയി. അപ്പോൾ സോഡിയം കൊടുത്തു, ക്ലോറിൻ വാങ്ങി. അങ്ങനെ Na+ ഉണ്ടായി. നോക്കിയേ, ഇതെങ്ങനെയാണ് കെമിസ്ട്രിയിൽ എഴുതുക? ഇത് കെമിസ്ട്രിയിൽ എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് കെമിസ്ട്രിയിൽ എഴുതുക. എങ്ങനെ? സോഡിയം എന്ന് പറയുന്നയാൾ ക്ലോറിൻ എന്ന് പറയുന്നയാൾ ഒരു ഇലക്ട്രോണിനെ വാങ്ങി. അപ്പോൾ ക്ലോറിൻ മൈനസ് ആയി. അഥവാ ടോട്ടലി എഴുതുകയാണെങ്കിൽ സോഡിയം പ്ലസും നിങ്ങളുടെ കയ്യിലുണ്ട്, Cl- നിങ്ങളുടെ കയ്യിലുണ്ട്. അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് NaCl ആയി. കണ്ടോ, പ്ലസും മൈനസും അടുത്തടുത്ത് വന്നപ്പോൾ അട്രാക്ട് ചെയ്തു. ആ അട്രാക്റ്റീവ് ഫോഴ്സാണ് അയണിക് ബോണ്ട്. രണ്ട് അൺലൈക്ക് ചാർജസ് അടുത്തടുത്ത് വന്നാൽ, പോസിറ്റീവ് നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ അട്രാക്ട് ചെയ്യും, റിപ്പൽ ചെയ്യും, അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. അങ്ങനെ ഉണ്ടായ ബോണ്ടാണ് അയണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. ആ പോയിന്റ് ക്ലിയർ ആണോ മക്കളെ? അങ്ങനെ നോക്കിക്കേ മക്കളെ, സോഡിയം തൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. സോഡിയം തൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരാൾക്ക് തൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കണമെങ്കിൽ ന്യൂക്ലിയസിൻ്റെ പിടുത്തത്തിൽ നിന്ന് പിടിയൊക്കെ പിടിച്ചിട്ട് പിടുത്തം വിട്ട് കൊടുക്കണം. അഥവാ ന്യൂക്ലിയസിൻ്റെ ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് വേണം ഇയാൾക്ക് കൊടുക്കാൻ, ഈ ഇലക്ട്രോണിനെ പുറത്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഇലക്ട്രോണിനെ എടുക്കണമെങ്കിൽ നല്ല എനർജി കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി അഥവാ അയോണീകരണ ഊർജം. ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന്, ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന്, ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയാണ് അയോണൈസേഷൻ എനർജി, അഥവാ സോഡിയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച എനർജി. എന്നാൽ ക്ലോറിനിൽ എന്താ ചെയ്തത്? ക്ലോറിനിൽ അവസാനത്തെ ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ചേർക്കുകയാണ്. അത് സന്തോഷമാണ്, അത് ന്യൂക്ലിയസിന് സന്തോഷമാണ്, ന്യൂക്ലിയസിന് ഇഷ്ടമുള്ള ആൾ വരികയാണ്. അപ്പോൾ ന്യൂക്ലിയസ് ഹാപ്പി ആവുക ചെയ്യുക. അപ്പോൾ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കണ്ട, എനർജി പുറത്ത് വന്നോളും. കാരണം നമ്മളങ്ങോട്ട് ന്യൂക്ലിയസിനെ സന്തോഷിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് നമുക്ക് അതിൻ്റെ പകരം സമ്മാനം തന്നു.
വന്നോളും, അഥവാ അതിന് എനർജി പുറത്ത് വരും. മറ്റടുത്ത് നമ്മൾ എനർജി കൊടുക്കണം, എനർജി എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ ഇലക്ട്രോൺ എടുക്കാൻ. ഇവിടെ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുത്താൽ മതി. സോ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക്, ഒരു ബാഹ്യതമ ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പം അവിടുന്ന് റിലീസ് ആവുന്ന എനർജിയാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി അഥവാ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അത് ക്ലിയർ അല്ലേ മക്കളെ? അത് സെറ്റ് അല്ലേ? ദെൻ മക്കളെ കോവലൻ്റ് കോമ്പൗണ്ടുകളുടെ എക്സാമ്പിളാണ് ഇനി പറയുന്നത്. കോവലൻ്റ് ബോണ്ടുകളുടെ എക്സാമ്പിളാണ് പറയുന്നത്. ഈ എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ മക്കൾക്ക് ആദ്യം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്ന ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയണം. ആര്? ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്ന സാധനം പറഞ്ഞു തന്നു. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നല്ല രസമാണ്. ഒന്നുമില്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലത്തെ ഇലക്ട്രോൺ ഇല്ലേ, ഏതൊരു ആറ്റത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലത്തെ ഇലക്ട്രോൺ ഇല്ലേ, അത് ചുറ്റും എഴുതുന്നതിനാണ് ലൂയിസ് ഡോട്ട് ഡയഗ്രാം എന്ന് പറയാം. ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. ലൂയിസ് ഡോട്ട് സിമ്പിൾ, അത് വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അഥവാ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം ആണെങ്കിൽ സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അല്ലേ, 2 1 അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കാണിക്കുക, അതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ ആണ്, ക്ലോറിൻ ആണെങ്കിൽ 2 7 അല്ലേ, അപ്പോൾ അവസാനത്തെ 7 അല്ലേ, അപ്പോൾ 2 4 6 7 ഇങ്ങനെ കാണിക്കുക. സിമ്പിൾ. അലൂമിനിയം 2 3 അല്ലേ, അപ്പോൾ അലൂമിനിയത്തിന് ചുറ്റും 3 ഇലക്ട്രോൺ കാണിക്കുക, 1 2 3 ഇങ്ങനെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കാണിക്കും. അഥവാ അവസാനത്തെ ചെലുത്ത ഇലക്ട്രോൺ ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ 2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നത് എങ്ങനെ? വെരി സിമ്പിൾ. ക്ലോറിൻ എന്ന് പറയുന്നയാൾ എഴുതുന്നു, രണ്ടാമത്തെ ക്ലോറിനെ ഇവിടെ എഴുതുന്നു. ഒരു ക്ലോറിൻ്റെ ചുറ്റും 7 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 2 4 6 7. ഒരു ക്ലോറിൻ്റെ ചുറ്റും 7 ഇലക്ട്രോൺ ഉണ്ട്, 2 4 6 7. ഈ 7ാമത്തെ ഇലക്ട്രോൺ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും എഴുതാൻ കാരണം ഈ 7 ഇലക്ട്രോണുള്ള ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയാൽ 8 എണ്ണാവും, തിരിച്ച് ഇങ്ങോട്ടും കിട്ടിയാൽ 8 എണ്ണാവും. അപ്പോൾ അവർ തമ്മിൽ ഷെയർ ചെയ്യും, ആ ഇലക്ട്രോണുകൾ തമ്മിൽ അവർ ഷെയർ ചെയ്യും. അഥവാ ഈ ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഇങ്ങോട്ടും ഷെയർ ചെയ്യും, ആ ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇനി നോക്കിക്കേ, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 4 6 8 കേട്ടോ. ഈ ക്ലോറിൻ 8 എണ്ണം കംപ്ലീറ്റ് ആയി. ഇനി ഈ ക്ലോറിന് നോക്കിക്കേ, 2 4 6 8 കംപ്ലീറ്റ് ആയി. അഥവാ ഒരു ഇലക്ട്രോൺ അവർ തമ്മിൽ ഷെയർ ചെയ്തപ്പോൾ ഈ ഒരു ഇലക്ട്രോണുകൾ തമ്മിൽ ഷെയർ ചെയ്ത് ആ ഇലക്ട്രോൺ തമ്മിൽ ചേർത്ത് ഒരു വര വരച്ചാൽ ആ വരയെ നമ്മൾ സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനം എന്ന് വിളിക്കും. അഥവാ ഒരു ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ ബോണ്ട് സിംഗിൾ ബോണ്ട്. അപ്പോൾ ക്ലോറിൻ്റെ അടുക്കുള്ള ബോണ്ട് ഏതാ? സിംഗിൾ ബോണ്ട്. അവർക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായി, ഏകബന്ധനം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ്റെ അടുക്കുള്ള ബോണ്ട് ഉണ്ടാകുന്നത് ഏതാ? ഓക്സിജൻ എന്ന് എഴുതുന്നു. ഓക്സിജൻ്റെ ചുറ്റും 2 4 6ാമത്തെ 2 ഇലക്ട്രോൺ 6 ഇവിടെ എഴുതുന്നു. എന്താ കാരണം ചോദിച്ചാൽ ഇവർക്ക് 2 ഇലക്ട്രോൺ കിട്ടിയാലേ കംപ്ലീറ്റ് ഒക്ടറ്റ് ആവുള്ളൂ, 8 എണ്ണം ആവുകയുള്ളൂ. സോ 2 എണ്ണം ഇവിടെ എഴുതി, 2 4 6 ഇവിടെ എഴുതി. ഇനി 2 എണ്ണം വീതമാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഈ 2 എണ്ണം ഇങ്ങോട്ടും ഷെയർ ചെയ്യും, ഈ 2 എണ്ണം അങ്ങോട്ടും ഷെയർ ചെയ്യും. 2 എണ്ണം വീതം ഷെയർ ചെയ്യുമ്പോൾ 2 എണ്ണം ഷെയർ ചെയ്തു. സോ ഇവർക്കിടയിൽ ഉണ്ടായത് ക്ലോറിനേക്കാൾ ഭയങ്കര ബോണ്ടാണ് അവർക്കിടയിൽ ഉണ്ടായത്, ഡബിൾ ബോണ്ടാണ് ഉണ്ടായത്, ദ്വിബന്ധനം എന്ന് വിളിക്കും. 2 ഇലക്ട്രോൺ പെയറാണ് ഷെയർ ചെയ്തത്. ഇനി നൈട്രജൻ്റെ കേസിലാണെങ്കിൽ നൈട്രജന് 2 5 അവരുടെ ഇതെന്ന് പറയുന്നത്. എന്ത്? അവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം 2 5. അപ്പോൾ 2 5 എന്ന് പറയുമ്പോൾ ഇനി 3 എണ്ണം കൂടെ കിട്ടിയാൽ അതിന് 8 ആവുള്ളൂ. 2 5ലേക്ക് 3 എണ്ണം കൂടെ കൂട്ടിയാലേ 8 എണ്ണം ആവുള്ളൂ. അപ്പം 3 എണ്ണം കിട്ടാൻ വേണ്ടി ഈ 3 എണ്ണം ഞാൻ ഇവിടെ എഴുതും. അടുത്ത നൈട്രജൻ്റെ 3 എണ്ണം ഞാനിതാ ഇവിടെ എഴുതും. അടുത്ത നൈട്രജൻ്റെ 3 എണ്ണം ഞാനിതാ ഇവിടെ എഴുതും. നോക്കിക്കേ. ഇനി ഇവർ തമ്മിൽ അങ്ങ് ഷെയർ ചെയ്യും. ഏത്? 3 എണ്ണം ഇങ്ങോട്ട് ഷെയർ ചെയ്യും, 3 എണ്ണം അങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ 3 എണ്ണം ഷെയർ ചെയ്യുമ്പോൾ 2 പേർക്കും 8 ഇലക്ട്രോൺ ആവും. ഇയാൾക്ക് 8 എണ്ണാവും, ഇയാൾക്ക് 8 എണ്ണാവും. അഥവാ 3 എണ്ണമാണ് ഇവർ ഷെയർ ചെയ്തത്. 3 എണ്ണം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. 3 ഇലക്ട്രോൺ പേർ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ട്രിപ്പിൾ ബോണ്ട്. ഇനി H2O വളരെ സിമ്പിളായിട്ട് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്സിജൻ ഉണ്ട്, അതിൻ്റെ ചുറ്റും 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഞാൻ 2 ഹൈഡ്രജൻ ഇങ്ങനെ എഴുതി. ഇനി നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ്റെ അടുത്ത് ആകെ ഒരു ഇലക്ട്രോൺ ഉള്ളൂ. ഓക്സിജൻ്റെ അടുത്ത് 6 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ ഓക്സിജൻ്റെ അടുത്ത് 6 ഇലക്ട്രോണിൽ 2 4 ഞാൻ മുകളിലും താഴെയായിട്ട് എഴുതുന്നു. ഇനി 1 ഇലക്ട്രോൺ ഇവിടെയും 1 ഇലക്ട്രോൺ ഇവിടെ എഴുതുന്നു. അതെന്തിനാണെന്നറിയോ? ഹൈഡ്രജൻ 1 ഇലക്ട്രോണും കൂടെ കിട്ടിയ സന്തോഷമാവും. ഹൈഡ്രജൻ എന്തായാലും 8 ഇലക്ട്രോൺ കിട്ടരുത്, വേണ്ട. ഹൈഡ്രജൻ അത്രയും ചെറുതാണ്, അതിനാവശ്യമല്ല. പക്ഷേ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ ഹൈഡ്രജൻ ഷെയർ ചെയ്യും, ഈ 2 ഇലക്ട്രോൺ ഹൈഡ്രജന് കിട്ടും. അഥവാ ഓക്സിജൻ്റെ വൈറ്റ് ഇലക്ട്രോൺ ഹൈഡ്രജൻ കൂടി എടുക്കും. എന്നാൽ ഓക്സിജന് 2 ഇലക്ട്രോണും കൂടി കിട്ടണമായിരുന്നു. അതിന് ഓക്സിജൻ എന്താ ചെയ്യുക? ഓക്സിജൻ 2 ഇലക്ട്രോണും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ ഇങ്ങോട്ടും ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ ഇങ്ങോട്ടും അദ്ദേഹം എടുക്കും. സോ ഹൈഡ്രജൻ്റെയും കൂടി ഇലക്ട്രോൺ എടുത്തിട്ട് ഓക്സിജനും തന്നിലേക്ക് വാങ്ങും. സോ ഓക്സിജനും 8 എണ്ണമാവും. ഇങ്ങനെയാണ് H2O ഉണ്ടാകുന്നത്. അഥവാ H2Oക്കിടയിൽ ഓക്സിജൻ്റെ ഹൈഡ്രജൻ്റെ അടുക്ക് സിംഗിൾ ബോണ്ട്, ഓക്സിജൻ്റെ ഹൈഡ്രജൻ്റെ അടുക്ക് സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ഗീവ്സ് ഡബിൾ ബോണ്ട് എന്ന് പറയരുത്. ഇതൊരു സിംഗിൾ ബോണ്ട്, വേറൊരു സിംഗിൾ ബോണ്ട്, അങ്ങനെ സിംഗിൾ ബോണ്ട് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് കോവലന്റ് കോമ്പൗണ്ടിലൂടെ ബോണ്ട് ഉണ്ടാവുന്നത് മക്കളെ. ദെൻ മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ചെയ്ത ഇലക്ട്രോണിൽ നിന്ന് തന്നിലേക്ക് എടുത്ത് പിടിച്ച് വലിച്ചെടുക്കാനുള്ള ഒരാളുടെ വല്ലാത്തൊരു കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുക. വെരി സിമ്പിളായിട്ട് മക്കൾക്ക് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ
റിയാക്ഷനിൽ പങ്കെടുത്തു, സഹസംയോജക ബന്ധനത്തിലാണ് ഏർപ്പെട്ടത്. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ ഷെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഷെയർ ചെയ്തതെന്ന് തന്നിലേക്ക് പിടിച്ചു വലിക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് 2 പേരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു മന്തി അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു മന്തി ഓർഡർ ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ പകുതി ഒരാളും മറ്റേ പകുതി മറ്റൊരാളും ഇങ്ങനെ തന്നെയല്ലേ കഴിക്കേണ്ടത്? അങ്ങനെയാണല്ലോ ഈക്വലായിട്ട് ഷെയർ ചെയ്താണല്ലോ കഴിക്കേണ്ടത്. പക്ഷേ ഈ ഭാഗത്തിരിക്കുന്ന ഈ ചെക്കൻ ഉണ്ടല്ലോ, മന്തിനോട് വല്ലാത്ത ഇഷ്ടമാണ്, മന്തിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? അവനും കൂടി അവകാശപ്പെട്ട മന്തി തന്നിലേക്ക് കൈകടത്തി തിന്നാൻ നോക്കും. അഥവാ ഓൾറെഡി ഷെയർ ചെയ്ത മന്തിയിൽ നിന്ന് മറ്റവൻ്റെ അടുത്ത് നിന്ന് കൈയിട്ട് വാരാനുള്ള ഇവൻ്റെ ആ പ്രത്യേക കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, മന്തിയോടുള്ള ഇഷ്ടം, ഇലക്ട്രോണിനോടുള്ള ഇഷ്ടം. ഇതൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ സാറേ? പറ്റും. ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെ അടുത്ത് ഞാൻ മന്തി വിളമ്പി, ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെ അടുത്ത് ഞാൻ മന്തി വിളമ്പി, ഇതാ മന്തി. അഥവാ മന്തി എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ്, ഒരു ഇലക്ട്രോൺ വേറെ, ഇവിടെ ഒരു ഇലക്ട്രോൺ. അപ്പോൾ ഹാഫ് മന്തി ഇവിടെയും വെച്ചു, ഹാഫ് മന്തി ഇവിടെയും വെച്ചു. പക്ഷേ ക്ലോറിന് തനിക്ക് കിട്ടിയ മന്തി പോരാ, ഈ മന്തി പോരാ, അവന് ഈ മന്തിയെ കൂടി തന്നിലേക്ക് പിടിച്ചു വലിക്കാൻ ശ്രമിക്കും, ഈ മന്തിയെ കൂടി തന്നിലേക്ക് പിടിച്ചു വലിക്കാൻ ശ്രമിക്കും. അഥവാ ഹൈഡ്രജന് കൊടുത്ത മന്തിയെ കൂടി തന്നിലേക്ക് പിടിച്ചു വലിക്കാൻ കഴിയും. അങ്ങനെ പിടിച്ചു വലിക്കാൻ കഴിയുള്ള ഈ ക്ലോറിൻ്റെ സ്വഭാവത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി പ്രകാരം പിടിച്ചു വലിക്കുമ്പോൾ, ആ പോയിന്റ് കൊണ്ട് ഇവിടെ തന്നെ പറയാം, പിടിച്ചു വലിക്കുന്ന ഒരു പകുതി നെഗറ്റീവ് ചാർജ് കിട്ടും. കാരണം മന്തി തന്നിലേക്ക് കുറച്ച് അധികം കിട്ടിയില്ലേ, അപ്പോൾ മന്തിയുടെ മണം ഇയാൾക്കല്ലേ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവുക, കാരണം ഇയാളല്ലേ തന്നിലേക്ക് എടുത്തത്. സോ കുറച്ച് എന്നുള്ളതിന് നമ്മൾ ഈ 8 ഇടുന്ന പോലെ ഇട്ടിട്ട് ഒരു ചിഹ്നം അങ്ങനെ ഇടും, ഡെൽറ്റ എന്നാണ് വായിക്കുക. ആ ഡെൽറ്റ ഇട്ടിട്ട് മൈനസ് കിട്ടും, പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, കുറച്ച് നെഗറ്റീവ് ചാർജ് അയാൾക്ക് കിട്ടും. സോ പാവം ഹൈഡ്രജൻ, അയാൾക്ക് തൻ്റെ മന്തി തന്നിൽ നിന്ന് പോയി, തൻ്റെ ഇലക്ട്രോൺ തന്നിൽ നിന്ന് പോയി, അപ്പോൾ കുറച്ച് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇങ്ങനൊരു കോമ്പൗണ്ടിൽ പാർഷ്യൽ നെഗറ്റീവും പാർഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജുകൾ ഒരു കോവലൻ കോമ്പൗണ്ടിൽ, ഒരു സഹസംയോജക ബന്ധനത്തിൽ ഇങ്ങനെ നെഗറ്റീവ് ചാർജുകൾ വരുന്നുണ്ടെങ്കിൽ അവർ പോളാർ കോമ്പൗണ്ടുകളാണെന്ന് പറയും, പോളാർ സംയുക്തങ്ങളാണെന്ന് പറയും. അപ്പോൾ HCl ഒരു പോളാർ സംയുക്തമാണ്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് പിടിച്ചു വലിക്കാനുള്ള കഴിവ്. അത് പ്രകാരം മൈനസ് ചാർജോ പ്ലസ് ചാർജോ ഉണ്ടെങ്കിൽ അത് പോളാർ സ്വഭാവമാണെന്ന് നമ്മൾ പറയും. റെഡി. ഇനി ഒരു കോമ്പൗണ്ട് കോവാലൻ കോമ്പൗണ്ട് ആണോ? അതല്ല. പോളാർ കോമ്പൗണ്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഫുള്ള് ബാക്കിയുള്ളതിലേക്ക് വരാം. സോ പോളാർ കോമ്പൗണ്ടാണെന്ന് ഞാൻ പറഞ്ഞു, പോളാർ സംയുക്തങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യെസ്, പോളാർ കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് CO. അവിടെ പിടിച്ചുവലി ഉണ്ടാവും, ഒരാൾക്ക് മൈനസ് ഉണ്ടാവും, ഒരാൾക്ക് പ്ലസ് ഉണ്ടാവും. HF, HCl, H2O, NH3 ഇതൊക്കെയും പോളാർ കോമ്പൗണ്ടുകളാണ്. ഇനി ഒരു കോമ്പൗണ്ട് അയോണിക ബന്ധനമാണോ സഹസംയോജക ബന്ധനമാണോ എന്ന് നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂ ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന സയൻറ്റിസ്റ്റാണ് പോളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ലിനസ് പോളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലൊക്കെ നമുക്ക് പറഞ്ഞത്. അത് പ്രകാരം ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിനാണല്ലോ, ഏറ്റവും കൂടുതൽ മന്തിയോടുള്ള ആർത്തി ഫ്ലൂറിനോടാണല്ലോ. ഫ്ലൂറിന് മന്തിയോടുള്ള ആർത്തി 4 ആണെന്ന്, ഏറ്റവും വലിയ വാല്യൂ 4 ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി 4, ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനാണ്. ഓക്കെ, ഈ 1.7 എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടോ? നിങ്ങളുടെ 2 പേരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എടുക്കുക, പോളിംഗ് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ എടുക്കുക, കാണാൻ പഠിക്കേണ്ട, നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ ഇലക്ട്രോ നെഗറ്റീവ് വാല്യൂകൾ തമ്മിൽ മൈനസ് ചെയ്താൽ 1.7 അതിനേക്കാൾ കൂടുതലാണോ കിട്ടുന്നതെങ്കിൽ അത് അയോണിക് ആയിരിക്കും, 1.7 കുറവാണ് കിട്ടുന്നതെങ്കിൽ അത് കോവാലൻ്റ് ആയിരിക്കും, അത് സഹസംയോജകമായിരിക്കും. ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ടേബിൾ തന്നത് കണ്ടോ? ഇതിൽ ഓരോരുത്തരുടെ അയോണിക് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയാണ് സിയും ബിയും കൂടെ തമ്മിൽ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ബോണ്ട് ഇലക്ട്രോൺ അയോണിക് ആണോ സഹസംയോജകമാണോ? സിയും ബിയും എന്ന് പറഞ്ഞാൽ ഇതും സിയും ബിയിലും ബിയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.44, സിയുടേത് 1.31. അപ്പോൾ 3.44ൽ നിന്ന് 1.31 ഞാൻ കുറക്കുന്നു. സോ 4 1 കുറച്ചാൽ 3, 4 3 2, സോറി 4 1 3, 4 1 3, 4 3 3 1, 3 1 2, 2.13. ആ കിട്ടിയ 2.13 എന്ന് പറയുന്ന വാല്യൂ ബിയും സിയും തമ്മിൽ കൂടി ചേർന്നപ്പോൾ കിട്ടിയ 2.13 എന്ന് പറയുന്ന വാല്യൂ 1.7 വലുതാണ്. അപ്പോൾ 2.13 1.7 വലുതായതുകൊണ്ട് സിയും ബിയും ചേർന്നുണ്ടാകുന്ന ബോണ്ട് അയോണിക് ബോണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന്? സെറ്റ് മക്കളെ. അപ്പോൾ പോളാർ സംയുക്തവും നമ്മൾ പറഞ്ഞു. ദെൻ വെള്ളം എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു പോളാർ സംയുക്തമാണ്. വെള്ളത്തിൽ H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു പോളാർ സംയുക്തമാണ്, അഥവാ മൈനസ് ചാർജും പ്ലസ് ചാർജും ഉണ്ട്. ഈ പോളാർ സംയുക്തം ആയതുകൊണ്ട് 3 മെയിൻ കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അഥവാ പോളാർ സംയുക്തം ആയത് കാരണം H2Oക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടിനെ വിളിക്കുന്നവർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാണ്. അപ്പോൾ H2O ഒരു പോളാർ സംയുക്തമാണ്, അതുകൊണ്ട് അവർക്കൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ആൻഡ് ഓൾസോ വെള്ളം ആ വാട്ടർ ഫോമിൽ നിൽക്കാൻ കാരണം, അഥവാ ലിക്വിഡ് ഫോമിൽ നിൽക്കാൻ കാരണം ഈ പോളാർ സംയുക്തം ആയതുകൊണ്ടാണ്, അഥവാ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ വെള്ളത്തിന് വേണ്ടി സോളിഡ് ആവാലോ. വെള്ളം നാച്ചുറലി അധികവും നിൽക്കുന്നത് ലിക്വിഡ് ഫോമിലാണ്. ആ ലിക്വിഡ് ഫോമിൽ നിൽക്കാനുള്ള കാരണം ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് വെള്ളത്തിലും അധികം ആളുകളെ ലയിപ്പിക്കാൻ പറ്റുന്നതും ഈ പൊളാരിറ്റി ഉള്ളത് കൊണ്ടാണ്, പോളാർ നാച്ചർ ഉള്ളത് കൊണ്ടാണ്. അഥവാ വെള്ളത്തിലെ യൂണിവേഴ്സൽ സോൾവെൻറ്റ്, സാർവിക ലായകം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണവും അത് തന്നെയാണ്. ദെൻ മക്കളെ
ദെൻ മക്കളെ, എന്താണ് സംയോജകത അഥവാ വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമ്പൗണ്ടിൻ്റെ വാലൻസി അഥവാ സംയോജകത എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി സിമ്പിൾ. ഒരാൾക്ക് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ, രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നുകിൽ ഇലക്ട്രോൺ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇലക്ട്രോൺ വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്യേണ്ടി വരും. ഈ കൊടുക്കുകയോ വാങ്ങുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി. ഫോർ എക്സാമ്പിൾ, അലൂമിനിയം ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എഴുതി നോക്കുക, 283 ആണ്. 283 ആണ്. അപ്പോൾ 3 ആണ് അതിൻ്റെ വാലൻസി. ഓക്സിജൻ്റെത് 26 ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഇനി 6 2 കൂടെ കിട്ടിയ 8 ആവും. അപ്പോൾ 2 ആണ് വാലൻസി. കാർബണിൻ്റെത് 24 ആണ്. ഇനി 4 കൂടെ കിട്ടിയ 8 ആവും. അപ്പോൾ 4 ആണ്. ഫ്ലൂറിൻ്റെത് 27 ആണ്. 7 1 കൂടെ കിട്ടിയ 8 ആവും. അപ്പോൾ 1 ആണ് വാലൻസി. ഇതിനെയാണ് സംയോജകത അഥവാ വാലൻസി എന്ന് പറയുക. എന്താണ് ഈ വാലൻസി അറിഞ്ഞുകൊണ്ടുള്ള ഗുണം? വാലൻസി അറിഞ്ഞുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഗുണം, നമുക്ക് ഫോർമുല എഴുതാൻ പറ്റും. ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമുല എഴുതാൻ പറ്റും. എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, അലൂമിനിയം ഓക്സിജൻ ചോദിച്ചാൽ നിങ്ങൾ അലൂമിനിയം എന്ന് എഴുതുക, ഓക്സിജൻ എന്ന് എഴുതുക. ജസ്റ്റ് അതിൻ്റെ സിമ്പിൾ മാത്രം എഴുതുക. എന്നിട്ട് അലൂമിനിയത്തിൻ്റെ വാലൻസി 3 അല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, ഓക്സിജൻ്റെ 2 അല്ലേ കണ്ടുപിടിച്ചത്. എന്നിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അഥവാ അലൂമിനിയത്തിന് 2 കൊടുക്കുക, ഓക്സിജന് 3 കൊടുക്കുക. ഫോർമുല കിട്ടി, Al2O3. അരെ വാ. ദെൻ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് കഴിഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും ജസ്റ്റ് സിമ്പിൾ എഴുതുക. നൈട്രജൻ്റെ വാലൻസി 3 ആണ്. 2 5 ആണ്. അപ്പോൾ 5 3 കൂടി കിട്ടിയ 8 ആവും. ഹൈഡ്രജൻ്റെ വാലൻസി 1 ആണ്. ഹൈഡ്രജൻ ആകെ 1 ഇലക്ട്രോൺ ഉള്ളൂ. 1 വാങ്ങിയാൽ 2 ആവും. അപ്പോൾ 1 ആണ്. സോ അതിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ NH3. അരെ വാ, സെറ്റ് മക്കളെ. സോ അതും കിട്ടിക്കഴിഞ്ഞു. കെമിക്കൽ ഫോർമുല ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡുകളുടെയും ബേസുകളുടെയും കെമിക്കൽ ഫോർമുല എഴുതാൻ വെരി സിമ്പിളാണ്. ആ ആസിഡിലുള്ള ഒരു അയോൺ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ PO4 3-. അപ്പോൾ ആ ചാർജ് നോക്കുക. PO4ൻ്റെ ചാർജ് 3- ആണ്. അപ്പോൾ 3 ഹൈഡ്രജൻ വേണം. H3PO4. ഓക്കെ, അടുത്ത് NO3- ആണ്. 1 മൈനസ് ആണ്. അപ്പോൾ 1 ഹൈഡ്രജൻ മതി. HNO3. അടുത്ത CO3 2- ആണ്. അപ്പോൾ 2 മൈനസ് ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജൻ വേണം. അപ്പോൾ H2CO3. ദെൻ SO3 2- ആണ്. 2 മൈനസ് ആണ്. അപ്പോൾ H2SO3. ഇങ്ങനെയാണ് ആസിഡുകളുടെ ഫോർമുല സാധാരണ കേസിൽ എഴുതാറുള്ളത്. ഇനി ബേസുകളുടെ ഫോർമുല എങ്ങനെ എഴുതും? ബേസുകളുടെ ഫോർമുല എഴുതാനും വെരി സിമ്പിൾ. എത്രയാണോ നിങ്ങളുടെ OH ആണല്ലോ ബേസിൻ്റെ ആൾ, ആസിഡിൻ്റെ ആൾ H ഉം ബേസിൻ്റെ ആൾ OH ആണല്ലോ. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുടെ ചാർജ് എത്ര നോക്കുക. ഫോർ എക്സാമ്പിൾ, പൊട്ടാഷ്യത്തിൻ്റെ ചാർജ് ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ഒരു OH മതി, KOH. 1 പ്ലസ്, അപ്പോൾ 1 OH. CAയുടെ ചാർജ് 2+ ആണ്. അപ്പോൾ 2 OH വേണം. അതുകൊണ്ടാണ് അവിടെ CaOH twice. ഇനി അലൂമിനിയത്തിൻ്റെ ചാർജ് 3+ ആണ്. അപ്പോൾ 3 OH വേണം. AlOH thrice. ബാക്കിയുള്ളതും ഇതുപോലെ മക്കൾ എഴുതിക്കോളുമല്ലോ. യെസ്, നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ലവണങ്ങളുടെ രാസസൂത്രം എങ്ങനെ എഴുതും? സോൾട്ടുകളുടെ രാസസൂത്രം അഥവാ ആസിഡും ബേസും ചേർന്നുണ്ടാവുന്ന സോൾട്ടുകളുടെ രാസസൂത്രം എങ്ങനെ എഴുതും? 2-3 രൂപത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ അതിൻ്റെ വാലൻസി അറിയെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് അറിയെങ്കിൽ അത് ഉപയോഗിച്ച് എഴുതാം. മഗ്നീഷ്യം ക്ലോറൈഡ് ആകുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി നിങ്ങൾക്ക് അറിയാലോ, 2-8-2 ആണ്. അപ്പോൾ 2 ആണ് അതിൻ്റെ വാലൻസി. അതുപോലെ ക്ലോറിൻ്റെ വാലൻസി നിങ്ങൾക്ക് അറിയാലോ, 2-8-7 ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ 8 ഉണ്ടാവും. അപ്പോൾ 1 ആണ് അതിൻ്റെ വാലൻസി. അപ്പോൾ Mg1 Cl2 അഥവാ MgCl2. ഇതാണ് MgCl2ൻ്റെ വാലൻസി ഫോർമുല. അമോണിയം സൾഫേറ്റിൻ്റെ ഫോർമുല വെരി സിമ്പിൾ. അമോണിയം എന്ന് പറയുന്ന ആൾ NH4 ആണ്. അത് നിങ്ങൾക്ക് അറിയണേ മക്കളെ. സൾഫേറ്റ് എന്ന് പറയുന്ന ആൾ SO4 ആണ്. ഇനി അതിൻ്റെ ചാർജ് അറിയാന്നുള്ളത് കുറേ എണ്ണത്തിൻ്റെ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ ചാർജ് സെറ്റ് ആയിക്കോളും, പേടിക്കണ്ട. അമോണിയത്തിൻ്റെ ചാർജ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അമോണിയത്തിൻ്റെ ചാർജ് NH4+ ആണ്. അപ്പോൾ 1 ആണ് അതിൻ്റെ ചാർജ്. SO4ൻ്റെ ചാർജ് 2- ആണ്. SO4 2- എന്നാണ് പറയാം. അപ്പോൾ 2 ആണ് അതിൻ്റെ ചാർജ്. അപ്പോൾ ഇനി ഇൻ്റർചേഞ്ച് ചെയ്തോളൂ. NH4ന് 2ഉം SO4ന് 1ഉം കൊടുത്തോളൂ. അപ്പോൾ എങ്ങനെയാണ് ഫോർമുല എഴുതുക? NH4 twice SO4. അമോണിയം സൾഫേറ്റിൻ്റെ ഫോർമുല ഇതാണ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ വേഗത്തിലാണ് ഞാൻ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അടിപൊളിയായിട്ട് മക്കൾ സെറ്റായിട്ട് അടിപൊളി ഉഷാറായിട്ട് പഠിച്ചോളൂ.